നമുക്കിന്നൊരു ചെടി വേണം. ഇത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലക്ഷ്മി തരു എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നമ്മളെടുത്ത് ബ്ലൂബെറി എല്ലാം വയ്ക്കുന്നത്. പിന്നെ ജമീൽ ചാച്ചി ബീച്ചോട് ചോദിച്ചപ്പം പറഞ്ഞ് ഇത് ലക്ഷ്മി തരു എന്ന് പറയുന്ന ഒരെണ്ണം എണ്ണ കാച്ചെന്നൊക്കെ എടുക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കിത് സ്കൂളിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇത്രയും നേരം കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നിൽക്കുന്നത്. എൻ്റെ അനിയനാണ് സ്കൂളിൽ നിന്ന് കിട്ടിയത്. 4ലാണ് കിട്ടിയത്. അങ്ങനെ ഇപ്പം അടുത്ത വർഷം 6ൽ, അപ്പോൾ 2 വർഷമായി ഇത് കവറിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിതിനെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ആദ്യം പ്ലാസ്റ്റിക് കവറൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയുള്ളതൊന്നും കേടുപാട് വരുത്താതെ ഒന്ന് പൊട്ടിച്ചെടുത്തു പ്ലാസ്റ്റിക് കവറിൽ നിന്ന്. ഇത് നിങ്ങൾക്ക് ഇതേ ചെടിയാണെന്നാണ് ഞാൻ കമൻറ്റ് ചെയ്യണേ. പക്ഷേ എനിക്ക് തോന്നുന്നു ലക്ഷ്മി തരു അല്ലെന്നാണ്. അതിൻ്റെ ലീഫിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് വളഞ്ഞിട്ടാണ് വരുന്നത്, നല്ല സ്മൂത്തനിങ്. ഇതെന്തോ ഒരു കൂർത്തിട്ട്. പക്ഷെ നിങ്ങൾക്കറിയാമെന്നുള്ളതാണെങ്കിൽ മഹഗണി കണക്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കണ്ടിടണേ. പിന്നെ എൻ്റെ അനിയെ നല്ലതായിട്ട് വേരൊക്കെ ഒന്ന് അത് വേരിനൊന്നും അത്രയ്ക്ക് ഡാമേജ് എത്താതെ. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണ് ഇങ്ങനെ കട്ടയ്ക്ക് വന്നു. പക്ഷേ വേരൊക്കെ ഇല്ലെന്ന് കവറിൽ നിന്നൊക്കെ പൊട്ടി വന്ന്. അപ്പോൾ നമ്മളതിനെയൊക്കെ പയ്യെ തന്നെ ഡാമേജ് ചെയ്ത് എടുത്തിട്ട് പിന്നെ അടിയിൽ നിന്ന് കുറേ മണ്ണൊക്കെ പൊട്ടിച്ച് മാറ്റി. അതായത് വേര് പെട്ടെന്ന് ഇറങ്ങണമല്ലോ, അതിന് വേണ്ടി. പിന്നെ എൻ്റെ അനിയെ അതിന് വേണ്ടി കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വലിയ കുഴി തന്നെ എടുക്കണം. കാരണം ഇതൊരു മരമാവുന്ന ചെടിയാണ്. പിന്നെ ചാച്ചിപ്പിറ്റി ഈ സ്ഥലമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തന്നെ എടുക്കാമെന്ന് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പേര ഇപ്പുണ്ട്. ഇപ്പോൾ ഇത് നിൽക്കണത് പറഞ്ഞു. പക്ഷേ ചാച്ചിപ്പിറ്റി പറഞ്ഞു ഇവിടെ തന്നെ വെയിലൊക്കെ കിട്ടും, കുഴപ്പമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ നട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നടാൻ പോയി വിചാരിച്ചു. അങ്ങനെ മണ്ണൊക്കെ മാറ്റുന്നുണ്ട്. അത്യാവശ്യം ആഴത്തിൽ തന്നെ കുഴിയെടുക്കണം. പിന്നെ ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. മാവ് വലുതാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അറിയണം. ഇത്രയും മണ്ണായിട്ട് മാറ്റി കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് മണ്ണ് മാറ്റുന്നത്. കാരണം നമുക്കിനി മട്ടി പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കുറച്ച് ആഴത്തി എടുക്കണം, അതാണ് കഷ്ടപ്പാട്. കാരണം കരിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് ആഴത്തിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ഒടിഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തിലാണെങ്കിൽ ഒരു കുരുത് വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ തറയിൽ തന്നെ എടുത്ത് നടാം. കുറേ 2 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ. ഇങ്ങനെയാണെന്നാണ് അറിയാതെ പകുതി വെച്ച്. സാധാരണ എല്ലാ ഇലയിലും ഇങ്ങനെ പൂർണ്ണമായി ഇങ്ങനെ ഇല അവസാനം വന്ന് നിൽപ്പുണ്ട്. ഇതിലങ്ങനെ വരുന്നില്ല. ഇത് ഇങ്ങനെ പകുതി വെച്ച് ഒടിഞ്ഞു പോയതുപോലെ നിൽക്കുന്നത്. കണ്ടിട്ട് റംബൂട്ടാൻ കണക്കൊക്കെ നിൽക്കണം. നമ്മളിവിടെ റംബൂട്ടാൻ മരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മോഡലിലൊക്കെ നിൽക്കുന്നുണ്ടോ, തുമ്പിലില. അപ്പം നിങ്ങൾക്കറിയാമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും നടാം. ഇനി ഇതൊരു കായൊക്കെ വല്ലതും അല്ലെങ്കിൽ പൂവൊക്കെ വരണതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അവിടെ നിങ്ങൾ പറയുന്നത് കറക്റ്റാണോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എന്തായാലും കുഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെയൊക്കെ കുറച്ച് കൃഷിയുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാവൽ. ഇത് ഇലയൊക്കെ എന്തോ കേട് വന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കി എടുക്കണം. ഈ കേടിനെയൊക്കെ മാറ്റി സ്ഥലം മാറ്റി നട്ടുകൊണ്ട് പിന്നെ ഇതിൻ്റെ വേരൊക്കെ പൊട്ടിയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ പൊടിച്ച് കിട്ടിയത്. ഇതിലെന്താ പൂവാണ് വരുന്നത്. ഇതിൽ 3-4 പൂവ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി പോയി കിട്ടുന്നുണ്ടായിരുന്നു. മീറയുടെ രാത്രിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വേരിലോട്ട് കണ്ടു ഉണങ്ങി നിൽപ്പുണ്ട്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ പച്ചച്ച് നിൽപ്പുണ്ട്. ഇനി ഇതിൻ്റെ അമ്മക്കരിപ്പിലട്ടെ. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ നട്ടതുകൊണ്ട് നല്ലതായിട്ട് പൊടിച്ച് ഇത് വേറൊന്നും മാറ്റത്ത് കുഞ്ഞിലെ തന്നെ പൊടിപ്പിച്ച് ഇതിൽ തന്നെ കയറ്റി വിട്ടുകൊണ്ട് നല്ലതായിട്ടൊന്ന് പച്ച പിടിച്ച് ഇത് ഇങ്ങനെ ഒന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിത്ര വളർന്നു. ഇത് പേരയിലോട്ട് കയറ്റിയിട്ട് ആ കയറിലോട്ട് കയറ്റി വിടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ചെമ്പരത്തി, അതെൻ്റെ അമ്മ നട്ടതാണ്. പിന്നെ കുറേ മുളകൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കായ്ക്കുമ്പോൾ ഉള്ള വിളവെടുപ്പൊക്കെ വീഡിയോ നമ്മൾ ഇട്ടുതരാം. എൻ്റെ അനിയൻ പാവാടെ ഒന്ന് കുഴിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ മുളകുകൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണമെങ്കിലും കായ്ക്കുമെന്ന പ്രതീക്ഷയിൽ നട്ടതാണ്. പിന്നെ അപ്പോൾ എല്ലാവരും പറയുന്നത് പാവയ്ക്ക നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മളെന്തായാലും പാവയ്ക്ക നട്ടിട്ടുണ്ട്. പാവയിൽ കുറേ വെച്ച് നമ്മൾ അത്യാവശ്യത്തിന് നട്ടിട്ടുണ്ടായിരുന്നു.
അതെന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. പുളിയാണോ അതേ എന്തോ ഒരു ചെടി. കുഴപ്പമില്ല അല്ലോ. പിന്നെ നമ്മൾ ഉള്ളി നട്ട് പരീക്ഷിച്ചൊക്കെ എന്താ. പിന്നെ ഇത് കത്തിരിക്കയാണെന്ന് അറിഞ്ഞൂടാ. ഈ നിൽക്കുന്നത് ഇതിൽ കണ്ടിട്ട് കത്തിരിക്കയാണെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ കത്തിരിക്കയാണെന്ന് അറിയില്ല. പിന്നെ നമ്മളൊരു മിനി ഇതിന് വേണ്ടിയാണ് കുഴിക്കുന്നത്. കണ്ടോ എത്തുപ്പോ കുഴിണ്ട പോയ പോക്ക്. എന്താ വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇനി അവൻ കരിയില തപ്പാൻ വേണ്ടി പോവുകയാണ്. നമുക്കെന്തായാലും കരിയിലെടുക്കാം. പച്ചയിലായാലും മതി. അപ്പോൾ അവൻ എന്തായാലും കരിയിലെടുക്കട്ടെ. അപ്പം നമ്മുടെ കുളം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എപ്പോഴും ഇടാൻ നാച്ചുറൽ കുളം. ഇതിലുണ്ടായതല്ല എന്താ നാച്ചുറൽ കുളമാണ് നമ്മൾ. ഇതിനകത്ത് ഈ ഒരു ബോളിൻ്റെ അകത്താണ് എപ്പോഴും മീനുകളാറ്. ഇതൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇതാ വരണേ. ഇതാ ഗപ്പികളാണ് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ച ഇലയാണ് പറിക്കുന്നത്. ബാ മതി രോമ മതി. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഉണക്കയില ഇവിടെ ഒന്നും കിട്ടിയില്ലേടാ. പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് കിട്ടിയത്. എൻ്റെ അമ്മ ഇത്രേ ഇളക്കി കാരണം ഉണക്കെല്ലാം തൂത്ത് കൂട്ടി കത്തിക്കും. ഇതാ പിന്നെ ഇത് പൊടിക്കാനും ഒക്കെ എളുപ്പത്തിലാണ് ഇങ്ങനെ നമ്മൾ വെച്ചത്. കരിയിലിട്ട് കൊടുത്തത്. ഇനി എന്താ ചെടി. നമ്മൾ ചെടി ഇറക്കി വയ്ക്കാൻ വേണേ. വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. രാവിലെയൊക്കെ നല്ല കുഴപ്പമില്ല. പിന്നെ വെയിലൊക്കെ അത്യാവശ്യത്തിന് തന്നെ കിട്ടും. പിന്നെ മണ്ണിട്ടുമ്പോൾ മാവ് സൂക്ഷിച്ച് ഓക്കെ. എന്തായാലും നട്ടു കൊടുത്തു. ഇനി ഒന്ന് വെള്ളം ഇടൽ ചടങ്ങ്. വെള്ളം ഒഴിക്കും. ഈ മാവിൻ്റെ മുട്ടിൽ കിടന്ന കുറച്ച് മുട്ടത്തോട് അതൊക്കെ കിട്ടി. അതിനൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മുട്ടിലോട്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ. പിന്നെ ഇതൊന്ന് വളച്ചെറിയായിട്ട് ഒന്ന് വരട്ടെ. ഇനി അവസാന ചടങ്ങാണ് നമ്മുടെ വെള്ളം ഒഴിക്കൽ. അതിനുവേണ്ടി എൻ്റെ ഇനിയും ഒരു കപ്പൊക്കെ തപ്പാൻ വേണ്ടി പോയിക്കാം. ഇപ്പം നിൽക്കണ കോലം കണ്ടില്ല ചുണ്ടനെ. ഇനിയിപ്പോൾ ഒന്ന് വലുതായി കായ്ക്കണം. എന്നിട്ട് നമുക്ക് ഇവനെ കുറിച്ചുള്ള വീഡിയോസ് തുടർന്ന് വരും. പിന്നെ ഞാൻ മാവിന് വേണ്ടിയിട്ട് കറുക്കത പോയി. നമുക്ക് എന്തായാലും ഇവനും കൂടെ വെണ്ണയിട്ടെടുക്കാമല്ലോ. വട്ടം നാരങ്ങ ചെത്തി. ഇനി എൻ്റെ അനിയ വെള്ളം ഒഴിക്കട്ടെ. പിന്നെ ഇലയിലും കൂടെ വെച്ചോളൂ. മഴ വീണ ഫീല്
കയ്യിലൊക്കെ വെള്ളം. ഇത് വെള്ളപ്പൊക്കം. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ.